ലെവലിലേക്കാണ്. നമ്മളൊക്കെ പണ്ട് ഒന്ന് ഒത്തുകൂടാ അല്ലെങ്കിൽ ഒന്ന് കൂടാ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ ഇതൊക്കെ അല്ലേ പറഞ്ഞിരുന്നേ. ഇപ്പൊ പോട്ട്ലക്ക് അത്ര ഇത് പറയാ. ഫുഡ് ഉണ്ടെങ്കിൽ പോട്ട്ലക്ക്. അതപ്പോ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവട്ടെ. ഞാൻ ആദ്യം അറിഞ്ഞത് മൃദുലയും അശ്വതിയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പോട്ട്ലക്ക് എന്നാണ് ഇതിനെ പറയാന്ന്. അപ്പൊ 4 മാസത്തെ അല്ലേ പറഞ്ഞോണ്ടിരിക്കല്ലേ പോട്ട്ലക്ക്. അതിനിടയ്ക്ക് ഞാൻ നാട്ടിൽ പോയി വന്നു. എന്നിട്ട് എന്തായാലും പോട്ട്ലക്ക് നടത്തിയിട്ട് ഇനി തിരിച്ചു പോകണല്ലോ. അപ്പൊ മുടങ്ങിക്കിടക്കണ ഉത്സവം നടത്തണ പോലെയാണ് മുടങ്ങിക്കിടക്കണം പോട്ട്ലക്ക് നടത്തി. അപ്പൊ ഞങ്ങള് 4 പേരും പക്ഷെ ഇന്ന് മഴയായി. അപ്പൊ ഇതൊന്നല്ലായിരുന്നു ഞങ്ങൾ വിചാരിച്ച ലൊക്കേഷൻ. കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങള് ശരണ്യയുടെ വക ചായ ഉണ്ട് കേട്ടാ. കട്ടനാന്നല്ലേ പറഞ്ഞേ. പാല് കൂടുതലുണ്ടായിരുന്നു വീട്ടില്. മോള് വരച്ചു കഴിഞ്ഞാ? ചേച്ചി ചമ്മി. അതെ ഞാൻ ചമ്മി. ഇതാണ് നമ്മുടെ കൃഷ്ണൻ, നമ്മുടെ ഗ്രൂപ്പിലെ ആശാൻ. നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങാൻ കാരണം ഇദ്ദേഹമാണ്. എല്ലാ ഐശ്വര്യത്തോടു കൂടി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ചായ കൊണ്ടുവന്ന ചേച്ചിക്ക് നന്ദി. കൃഷ്ണമായിട്ടും ഇന്ന് വ്രതമാണ്. ഇന്ന് ചായ മാത്രാണ്. രാജേഷേട്ടൻ പറഞ്ഞേട്ടാ ഒരു ഗ്ലാസ് കുറച്ച് മതി. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസം ചെയ്യാനായിട്ട് റീൽസൊക്കെ അശ്വതി മൃദുലയും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവരാണ് റീൽസിൻ്റെ ആൾക്കാർ. അങ്ങനെ ഇരുട്ടാവുമ്പോഴേക്കും ഒരെണ്ണം ഞങ്ങൾ സെറ്റാക്കി. പിന്നെ അടുത്തതിനുള്ള പ്രാക്ടീസൊക്കെ തുടങ്ങി. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ട് കിട്ടി. അശ്വതിയാണ് എനിക്ക് എപ്പോഴും അവിടെ നിന്ന് റീൽസ് ഇങ്ങനെ അയച്ചു തരും. ചേച്ചി നമുക്കിത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിൽ കാണുന്നതൊക്കെ. അപ്പം ഞാനും അശ്വതിയോട് പറയും, അശ്വതി പഠിപ്പിച്ചെന്നാൽ ഞാൻ ചെയ്യാം എന്ന് പറയും. അപ്പം ഞങ്ങളങ്ങനെ 2-3 എണ്ണം അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും അങ്ങനെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണ്. മൃദുലയ്ക്കും ഇഷ്ടമാട്ടോ. പക്ഷേ മൃദുല ജോലി കിട്ടി നാട്ടിൽ പോയി. പിന്നെ ശരണ്യം എല്ലാത്തിനും കൂടാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ റീൽസിന് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ഓരോന്നായിട്ട് ഉണ്ടാക്കി. ഞാൻ മിഷ്കട്ടയാണ് ഉണ്ടാക്കിയത്. അശ്വതി കൊഫ്തയാണ് ഉണ്ടാക്കിയത്. അശ്വതി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്. നം സ്റ്റോറീസ് എന്ന പേരിൽ ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട് അശ്വതിക്ക്. അതിലിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് റീൽസ് ചെയ്തിടാറുണ്ട് ആള്. മൃദുലയും മോനും കൂടിയിട്ടായിരുന്നു കുക്കിങ്. അപ്പോൾ 2 ആളും കൂടി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്. പിന്നെ ശരണ്യയുടെ വക ചിക്കൻ കറിയും. എന്താ ചെയ്യുന്നത്? പോട്ട്ലക്കിന് വേണ്ടി ആക്കുന്ന ചപ്പാത്തി. ഓക്കെ എടുത്ത് തന്നു. ഒരെണ്ണത്തിനകത്ത് ആക്കണ്ട, എടുത്ത് ജസ്റ്റ് തന്നു. ഓക്കെ ഡൺ. മാസ്റ്റർ ഷെഫ് വെച്ചുമൻ. സൂപ്പർ ചുട്ടി വിയർത്ത് കുഴഞ്ഞല്ല. മാസ്റ്റർ ഷെഫ് ഫൈനൽ ചപ്പാത്തിയാ. വെരി ഗുഡ്. ഈ ഉപ്പ് കറുവാട് ആ പാട്ടിന് കളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാം കൂടി പെട്ടെന്ന് കളിക്കുമ്പോൾ ഓർമ്മ നിൽക്കണില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു. അപ്പോൾ അവർ 2 ആളും കൂടി അത് കളിച്ചു.
വരുന്നേ കൂടെ മാറാനുണ്ട്. മാടനെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? അത് മാത്രം തെളിയിച്ച് പറയുക. അത് മാടമ്പി. അത് അവരെ വഴി, നമുക്ക് നമ്മുടെ വഴി നോക്കാമല്ലോ. ഗൗരിക്ക് ഭയങ്കരമായിട്ട് വിശക്കണുണ്ട്. അശ്വതിയുടെ കോഫ്ത സ്പെഷ്യൽ ഇതാണ് കോഫ്ത. ഇത് കോഫ്തേന്റെ കറി, ചിക്കൻ കറിയാണ്. ഇതെല്ലാരും നോൺ വെജ് അല്ലേ? അതെ അതെ. തുടക്കം തന്നെ പാടി തുടങ്ങി. നമ്പൂരി ഇതൊക്കെ കഴിക്കാവോ? അനുഗ്രഹിക്കണം. പറയാ ആശ എങ്ങനെയുണ്ട്? അടിപൊളി. ഗ്രേവി എന്തുട്ടാ ഉണ്ടാക്കുന്നത്? ചിക്കൻ കപ്പ. ഇത് എന്തുട്ടല്ല, ഇത് എന്തിനാണപ്പാ? കറി എന്താ ഇതിന്റെ സ്പെഷ്യൽ? കറി ഗ്രേവിയാ, ഉള്ളിയും അണ്ടിപ്പരിപ്പും തക്കാളിയെല്ലാം അരച്ച് റിച്ചാണ്, റിച്ച് ഗ്രേവിയാണ്. വെറൈറ്റിയാണ്. പവർ മഹത്തായ ഒരു അതിഥി കൊണ്ടുവന്ന കൊപ്പയാ. ആ അതെ. കഴിച്ചോട്ടെ. 40 വയസ്സുള്ള കോഴിയെ കൂട്ടിലടക്കം ഉണ്ടാക്കിയ സാധനം. അല്ലല്ല, ഡേറ്റ് ഉണ്ട്. കമ്പും ചിക്കൻ കറക്റ്റ് എടുക്കില്ല. കറി എടുക്കട്ടെ. ചിക്കൻ കോഫ്ത. ദാദാ എല്ലാരും ഹായ് പറഞ്ഞേ. ഹായ്. ദേ അപ്പോ ഒരു ഹായ് പറ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ആ നമ്മൾ വ്ളോഗിങ് ആണ് കേട്ടാ. ഞാനിപ്പോ 3 റീലെടുത്ത്. അടിപൊളി. ഹായ്. സൂപ്പറാണോ? ഇത് ഇഷ്ടമായില്ലേ? ഇതിനകത്ത് ഉള്ളിയൊന്നും പാടില്ല. ഭാവിക്കുന്നുണ്ട് പുറത്ത്. ഈ അടുത്ത സ്റ്റാൻഡ് ആരാണ്, ഏതാണ് എടുക്കുന്നത്? അപ്പൂനെ അപ്പൂ ഇതാ കപ്പലണ്ടി കഴിച്ചോ? മൃദുലയാണ് വിഷുക്കട്ട കഴിക്കാത്തത്. അതെ, ഞാൻ വിഷുവിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ ചേച്ചിനോട് പറഞ്ഞാണ് എനിക്ക് വിഷുക്കട്ട. താങ്ക് യു സോ മച്ച്. ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ പറയാട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ പാനി ശർക്കര പാനി. ഇതിന്റെ റെസിപ്പി ഒക്കെ ചേച്ചി ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. മൃദുലയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഇന്ന് മൃദുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതന്നെ ചെയ്തു. എവിടെ പോയി പിള്ളേർ? എവിടെ പോയി? സൂപ്പറാണ്. ആര്? എനിക്ക് വലിയ മധുരവും തേങ്ങാപ്പാലിന്റെ ടേസ്റ്റും ആ ഉപ്പും എല്ലാം കൂടെ. ഞാൻ മാംഗോ സ്റ്റിക്ക് റൈസിന്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പം നമ്മുടെ ഒരു മാംഗോ സ്റ്റിക്കിയുടെ ടൈപ്പാണ് ഇത്. ആക്ച്വലി തേങ്ങാപ്പാലല്ലേ ഉണ്ടാക്കുന്നത്. അതെ അതെ. കറി കഴിക്കാട്ടാ. കറി കൂട്ടി കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. നമ്മുടെ അവിടെ ഇതിന്റെ അരിക്കൊഴക്കട്ട ഉണ്ടാക്കും, ചുമന്നതിന്റെ. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. ശർക്കര കൂട്ടുമ്പോൾ വേറെ ടേസ്റ്റ് ആണ്, പക്ഷെ അരിക്കൊഴക്കട്ട നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടല്ല കഴിച്ച? ആദ്യമായിട്ട്. പിള്ളേര് പോയാ നെക്സ്റ്റ് ഞങ്ങളൊരു റീൽ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കി. അശ്വതിയാണ് എൻ്റെ ടീച്ചർ. ഞങ്ങളത് അന്ന് ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്.
അങ്ങനെ ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. Okay, Nyami. Apu, do it. Start. Super. മൃദുലയുടെ വക ലെമൺ റൈസ്, പിന്നെന്താ ചപ്പാത്തി, പിന്നെ ശരണ്യയുടെ വക ചിക്കൻ കറി. എന്റെ വക ഈ മേൽനോട്ടം. ഷവ്വാറിന്റെ വക മേൽനോട്ടം. ചേച്ചിന്റെ ചിക്കൻ കറിയുണ്ട് എടുക്കാം. തിരുമേനിക്ക് ചിക്കൻ മതിയാവോ? എന്റെ പ്ലേറ്റ് കാലിയായി, എല്ലാരും കുടിച്ചു. ഇപ്പോഴാണ് എല്ലാരും ഫുഡ് കഴിക്കാൻ വന്നത്. ഓരോരുത്തർ എടുത്തേക്ക് അടിപൊളി ഇല്ലത്തെ അതേ സ്വാദം. ഇല്ല ചേച്ചി പബ്ലിഷ് ചെയ്യണം, ചേച്ചിക്കെതിരെ കേസ് പറയണ്ട. അതെ ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് പബ്ലിഷ് ചെയ്യാൻ. ഭദ്രൻ കോഴി Thank you.